എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് സൗദി പാകിസ്ഥാൻ തമ്മിലുണ്ടാക്കിയ സൈനിക ഉടമ്പടിയെ കുറിച്ചാണ്. വളരെ ദുഃഖകരമായൊരു എഗ്രിമെൻ്റാണത് ശരിക്കും. കാരണം മക്ക മദീന എന്നീ രണ്ട് ഹോളി മോസ്കിൻ്റെ കസ്റ്റോഡിയനായ സൗദി അറേബ്യൻ ഭരണാധികാരിയാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് നീണ്ട 18 വർഷം ഞാൻ സൗദി അറേബ്യയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് അന്നത്തെ കിങ് ആയിരുന്ന കിങ് ഖാലിദ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എൻ്റെ ഓർമ്മ കിങ് ഫൈസൽ, കിങ് അബ്ദുള്ള, ഇങ്ങനെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. വളരെ സമാധാനപ്രിയരാണ് സൗദികൾ. ഒരു ചില ആൾക്കാർ അതെല്ലായിടത്തും ഉള്ളതാണല്ലോ. അത് കഴിഞ്ഞാൽ വളരെ സമാധാനമായ ഒരു രാജ്യമൊക്കെ ആയിരുന്നു. എന്നാൽ അവിടെ ഈ മുത്തമ്മമാരുടെ ഒത്തിരി ശല്യമുണ്ട്. കാരണം ഈ മതഭ്രാന്തന്മാർ ഒരു വടിയും കൊണ്ട് ആൾക്കാരെ പ്രേയറിന് ഫോഴ്സ് ചെയ്ത് അയക്കുക, പ്രേയറിന് പോയില്ലെങ്കിൽ ഒരു തല്ലി, അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നൊരു സമയമായിരുന്നു. എന്നാൽ ടോട്ടൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ സൗദി അറേബ്യയിലുള്ളത്. ഈവൻ സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാം. ഈ കറുത്ത വസ്ത്രങ്ങൾ ഒക്കെ ഒന്നുമില്ല. ദേ ക്യാൻ മൂവ് ദെയർ ഓൺ. വളരെ വിശാലഹൃദയനായിട്ടുള്ള ഇന്നത്തെ ഭരണാധികാരി നല്ല കാര്യങ്ങളാണ് ചെയ്തത്. അതുമല്ല, ടൂറിസത്തിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ സൗദി തയ്യാറാകുകയാണ്. നിങ്ങൾക്കറിയാം, ഓയിലി റിച്ച് കൺട്രിയാണ് സൗദി അറേബ്യ. ഇറ്റ്സ് എ വെരി റിച്ച് കൺട്രി, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ അവർ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്, പ്രത്യേകിച്ച് ഇറാൻ ഷിയകളെക്കുറിച്ച്. കാരണം ഇതിൽ ഷിയയുടെ ചെറിയൊരു ഭാഗം സിയാത്ത് എന്ന സ്ഥലത്തുണ്ട്. സിയാത്ത്, അതായത് ദമാം കോബാർ എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ ഒക്കെ അടുത്തായിട്ടുള്ളതാണ്. സിഹാത്ത് എന്നാണ് പറയുക. അവിടെ കൂടുതലും ഓടിക്കോൾ ഈ ഷിയാക്കളാണ്. ഇവർക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൽ വലിയ പൊസിഷനൊന്നും കിട്ടാറില്ല. വളരെ ഇതായിരിക്കും. ഒരു നോർമലായിട്ടുള്ള പൊസിഷനിലൊക്കെ ഇവരുണ്ടാകും. അവരൊരു രണ്ടാം കിട നാഷണാലിറ്റി ആയിട്ടാണ് കാണുന്നത്. അതിൽ ഇവരും ഒപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനും ഒക്കെ കുറച്ച് എഗൻസ്റ്റാണ്. എനിവേ, നമുക്ക് സബ്ജക്റ്റിലോട്ട് കിടക്കാം. തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ബട്ട് ഈ ദിവസങ്ങളുണ്ടാക്കിയ ഉടമ്പടി 100% അതിനൊരു ചെറിയ തിരുത്തൽ നടത്തിയില്ലെങ്കിൽ ഇന്ന് നമ്മൾ യമനും ലബനാനും സിറിയയും ഗസയിലും ഒക്കെ ഉണ്ടാകുന്ന അതേ ഒരു സംവിധാനം സൗദിയിൽ ഉണ്ടായിക്കൂടുന്നില്ല. കാരണം ഇവർ ഉടമ്പടി വച്ചിരിക്കുന്ന പാകിസ്ഥാനുമായിട്ടാണ്. പാകിസ്ഥാൻ അവൻ ടോട്ടൽ തീവ്രവാദം മാത്രമേ അറിയൂ, മറ്റൊന്നും പാകിസ്ഥാൻ അറിയില്ല. തീവ്രവാദികളെ വളർത്തുക, അവരെ ട്രെയിൻ ചെയ്യുക, അവർക്ക് വിരോധമുള്ള രാജ്യങ്ങളിലേക്ക് കടത്തിവിടുക, അവിടെ നാശം വിതയ്ക്കുക. ഇങ്ങനെയുള്ളൊരു രാജ്യമായി, വേറെ ഒരു ഭീകരവാദം മാത്രം കൊണ്ട് ജീവിക്കാൻ അത് മാർക്ക് ചെയ്യുന്ന രാജ്യവുമായി സൗദി അറേബ്യ ഒരു സൈനിക എഗ്രിമെൻ്റ് ചെയ്തത് വളരെ പോഷത്തരമായിപ്പോയി. കാരണം അതാരോ പറയുന്നത് കേട്ടു, ഇതുകൊണ്ട് സൈന്യമായിട്ട് അതുകൊണ്ട് ഇന്ത്യക്ക് യാതൊരു കാര്യവുമില്ല. അവരുടെ വ്യാപാര ബന്ധത്തിൽ ഇന്ത്യയെ 100% പാകിസ്ഥാൻ ചോടിയും. 100%. ഇന്ത്യ അത് നോക്കിയിരിക്കത്തുമില്ല. അപ്പോൾ പാകിസ്ഥാനെ കയറി ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തൊക്കെ തുടങ്ങി ചോദിച്ചാൽ അത് സൗദിയും ജോയിൻ്റ് ആകും. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോണത് ഈ സൗദി അറേബ്യ ഈ രാജ്യങ്ങളുടെ ഇതര ഭാഗങ്ങളിലെ എല്ലാ തീവ്രവാദികളും അവിടെ പാകിസ്ഥാനിൽ കൊണ്ടുവന്ന് അവർക്ക് പാകിസ്ഥാൻ പാസ്പോർട്ട് കൊടുത്ത്
പല രീതിയിലും ഇവരെ നേരെ സൗദിയിലേക്ക് പറഞ്ഞേക്കും. ഇവരവിടെ പോയി തീവ്രവാദത്തിൻ്റെ വിത്ത് പാകും. അവസാനം അവിടുത്തെ മക്ക മദീനയിൽ വന്ന് ഇവരെന്തൊക്കെ കാട്ടിക്കൂടുക കണ്ടി ഉടനില്ലെങ്കിലും കാലങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് പൂര ഈ തീവ്രവാദികളുടെ കൺട്രോളാകാം. അതിന് ഇറാൻ്റെ സപ്പോർട്ടും കാണും. ഇത് സൗദി അറേബ്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന് അവിടുത്തെ ജനതയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവരുടെ ക്ഷേമത്തിലോ അതിലോ ഒന്നും അവർക്ക് കാര്യമില്ല. അത് പാകിസ്ഥാൻ ഗവൺമെൻറ്റും പാകിസ്ഥാൻ സേനാംഗങ്ങളും അവർ തീവ്രവാദത്തെ മാർക്കറ്റ് ചെയ്യാൻ പഠിച്ചവരാണ്. അവർക്ക് അതേ അറിയൂ, അവർക്ക് മറ്റൊന്നും അറിയില്ല. അവർ ഏറ്റവും വലിയ മതത്തിൻ്റെ പേരും പറഞ്ഞ് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. എന്ത് കള്ളത്തരമോട് പറയും. ഒരു ചില ഭയങ്കര മതത്തിൻ്റെ പേരിൽ പലരും അന്ധരായി പോകും. എന്തു തന്നെയായിരുന്നാലും സൗദി അറേബ്യയുടെ ഭരണാധികാരികൾ കാട്ടിയതിൻ്റെ ഭവിഷ്യത്തുകൾ നാളത്തെ സൗദി ജനത അനുഭവിച്ചിരിക്കും. അതിനെന്തെങ്കിലും അടിയന്തരമായി ഒരു ഭേദഗതി നടത്തിയില്ലെങ്കിൽ ലെബനാൻ്റെയും സിറിയയുടെയും യമൻ്റെയും അതേ ഗതികളായിരിക്കും ഈ വളരെ വിശാലമായ സമാധാനപ്രിയരായ സൗദി അറേബ്യയ്ക്ക് വന്നു ചേരുന്ന നിർഭാഗ്യകരമായ അവസ്ഥ നമുക്ക് സമീപകാലത്ത് കാണാൻ സാധിക്കും. കാരണം ഈ ലോകത്ത് ആരെയും കൂട്ടുപിടിക്കാം. അവർ കൂട്ടുപിടിച്ചത് ശരിക്കൊരു വിഷപ്പാമ്പിനെയാണെന്ന് അവർക്ക് മനസ്സിലാകും. അവർക്ക് മനസ്സിലാകാൻ പോണതേ ഉള്ളൂ. അത് വളരെ വൈകാതെ അത് മനസ്സിലാക്കും. എങ്ങനെയാണ് പാകിസ്ഥാൻ തീവ്രവാദം തീവ്രവാദത്തിൻ്റെ വിത്ത് അവർക്കതേ അറിയൂ. അതിൻ്റെ വിത്തുകൾ അവർ സൗദി അറേബ്യയിലും വിതറും. അവസാനം സൗദി അറേബ്യയെ സഹായഹസ്തമായി അവിടെ ചെന്ന് നിൽക്കുന്നവരായിരിക്കും പാകിസ്ഥാൻ. അവിടെ വിലപേശം. ഇതിൻ്റെ എല്ലാം മുകളിലിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ഡൊണാൾഡ് ട്രംപ്. എല്ലാം അദ്ദേഹത്തിൻ്റെ. കാരണം ഇവിടെ ഈ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും റഷ്യയ്ക്കും ഇടയ്ക്ക് അവിടെ ഒരു ചെറിയൊരു മൈൻ വേണം. ആ മൈനായിട്ട് ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനെ സെൻട്രാക്കി മാറ്റി വെച്ചേക്കുന്നു. അപ്പോൾ പാകിസ്ഥാന് കിട്ടേണ്ടതൊക്കെ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ സൗദി അറേബ്യ കൊടുക്കും. കാര്യം സൗദി അറേബ്യയും അമേരിക്കയും നല്ല കമ്പനിയാണ്. ഇതെല്ലാം നടക്കാൻ പോണ പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. വെരി സോറി, ഇങ്ങനെയുള്ളൊരു ഗതികേടിലേക്ക് സൗദി ചെന്നെത്തുമെന്ന് ലോകത്തുള്ള ഒരു വ്യക്തികളും മനസ്സിലാക്കിയിരിക്കില്ല. എന്ത് തന്നെയായിരുന്നാലും ഒരു വലിയൊരു രാജ്യം, സമാധാനമായ ഈ ഹോളി മാസ്കൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ രാജ്യം തീവ്രവാദികളുടെ കൈപ്പിടിയിലോട്ട് മാറിപ്പോകുന്ന ഒരവസ്ഥയ്ക്ക് അവിടുത്തെ പ്രമുഖർ കൂട്ടുനിൽക്കരുതായിരുന്നു. അവർക്ക് പല രാജ്യങ്ങളും എന്തെങ്കിലുമൊക്കെ എഗ്രിമെൻ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഒരു തീവ്രവാദികളുമായിട്ടുള്ള ഒരു ഉടമ്പടി ചെയ്തത് വളരെ മോശമായിപ്പോയി. ഇവർക്കിനി ഹൂതികളെ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഹൂതികളായിരുന്നാലും അൽ ഖയ്ദ ആയിരുന്നാലും ഹമാസ് ആയിരുന്നാലും അൽ ജിഷേഖ് ആയിരുന്നാലും അങ്ങനെ ഹിസ്ബുള്ളായിരുന്നാലും ഇവരുടെ മൊത്തം ആൾക്കാർ, ഇവരുടെ മൊത്തം ഓപ്പറേഷൻ്റെ വലിയൊരു ഭാഗം പാകിസ്ഥാനാണ്. അവിടെയാണിത് പ്രവർത്തിക്കുന്നത്, പ്രത്യക്ഷത്തിലല്ലെങ്കിലും. ഇനി ഇതെല്ലാം അനായാസം വളരെ വൈകാതെ തന്നെ സൗദി അറേബ്യയിൽ എത്തപ്പെടും. അവിടെ തീവ്രവാദത്തിൻ്റെ വിത്ത് പാകും. അവസാനം കസ്റ്റോഡിയൻ ഓഫ് ടു ഹോളി മാസ്ക് എന്ന് പറഞ്ഞത് അതിനി കസ്റ്റോഡിയൻ ടു ഹോളി മാസ്ക് സൗദി രാജാവായിരിക്കില്ല. ഇനി കസ്റ്റോഡിയൻ ഓഫ് ടു മാസ്കിൻ്റെ കസ്റ്റോഡിയനാക്കാൻ പോണത് തീവ്രവാദികളായിരിക്കും, ഇറാനായിരിക്കും. ലോകത്തുള്ള എമ്പാടും തീവ്രവാദികളായിരിക്കും എൻ്റെ കസ്റ്റോഡിയനാകാൻ പോണത്. അതിൻ്റെ മെയിൻ കാരണക്കാർ, അതിൻ്റെ മെയിൻ ഗൈഡൻസ് ചെയ്യാൻ പോണത് പാകിസ്ഥാൻ തന്നെയായിരിക്കും. ദുഃഖമുണ്ട്. ആ ഭരണാധികാരിയോട് പറഞ്ഞു ബില്ലാൽ ആദ്യം മുജൈൻ, അത് നല്ലൊരു കാര്യമല്ല. ഇതൊരു
വലിയ മോശമായ സംവിധാനമാണ്. ആ ഭരണാധികാരിക്ക് ഇനിയെങ്കിലും നല്ല ബുദ്ധി വരട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ദുഃഖകരമായൊരു വീഡിയോ ആണ്. സാധിച്ചാൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്താലും. ഒരു നല്ലൊരു രാജ്യത്തിൻ്റെ അധംപതനത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന് തിരി കൊളുത്തുന്നത് പാകിസ്ഥാനാണ്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.